വണ്ടർഫുൾ ട്രാവൽസ് എന്ന ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 2-ാം തേരാണ്. 3-ാം തേരിന് പോകാൻ പറ്റുമോ എന്നറിയില്ല, കാരണം നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ടാവും തോന്നുന്നു. ഈ സമയത്ത് തേര് വലിക്കുന്നതൊക്കെ കഴിഞ്ഞു. പക്ഷേ തേര് വലിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല, അത്ര തിരക്കാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മെല്ലെ ഒരു 8 മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ അവളെ വെറുതെ കാണാനൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇതാണ് കൽപ്പാത്തിയിലെ മെയിൻ പ്രതിഷ്ഠയായ ശിവക്ഷേത്രത്തിലെ തേര്. ഇപ്പോൾ തേരൊക്കെ വലിച്ച് എല്ലാ തേരുകളും അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്നാലും ആൾക്കൂട്ടത്തിന് ഒരു കുറവുമില്ല. കാരണം എന്താണെന്നറിയോ, ഈ സമയത്ത് ഇങ്ങനെ നടക്കുന്നതൊരു വൈബല്ലേ. അത് തന്നെ കൊണ്ട് ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങുന്നൊന്നുമില്ല. അധികവും ഈ കോളേജ് പിള്ളേരൊക്കെയാണ് അവിടെ നടക്കുന്നത്. നെറ്റ് വേണ്ട. എന്റെ പാട്ട് കേട്ടോ. ഐസ്ക്രീം വാങ്ങിക്കടാ. നീ വേണം. നമ്മുടെ കേരള പോലീസിനോട് ഏറ്റവും ബഹുമാനം തോന്നുന്നത് ഈ സമയങ്ങളിലാണ്. കാരണം ഇത്രയും തിരക്കിനിടയിൽ ആളുകൾ മോഷ്ടിക്കുന്നവരും എല്ലാവരും പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുമല്ലോ. പിന്നെ കുറച്ച് നരമ്പ് രോഗികളും അങ്ങനെയൊക്കെ. പക്ഷെ അവരെല്ലാവരെയും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അധികം തിരക്ക് വരുമ്പോൾ അവർ ഫ്രണ്ടിൽ നിന്ന് തന്നെ തടഞ്ഞു നിർത്തിട്ട് അവരുടെ ഉള്ളിൽ പോകണ്ട, തിരക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവർ സമ്മതിക്കണം. ഇത് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന തേരാണ്. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊരു തേരാ നിൽക്കണമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ നിരന്ന് 3 തേര് നിൽക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ 3 തേര് അപ്പുറത്തെ റോഡിലായിട്ടാണ് നിർത്താറ്. ഇപ്രാവശ്യം ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തോ കാര്യമായി എനിക്ക് വേണ്ട കേട്ടോ, അത് ഫ്ലൂളുന്നുണ്ട്. അതാണ് കേരളത്തിലെ മിക്ക ജില്ലകളിൽ നിന്നും വന്ന് കാണാനായിട്ട് തേര് കാണാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അത്ര അടുത്ത് നിന്നിട്ട് തേര് വലിക്കുന്നത് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമുക്ക് പോകാൻ പറ്റില്ല, അത്ര തിരക്കാണ്. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കൊന്നും വെച്ചാൽ നമുക്ക് പറ്റില്ല. അത് കാരണം കൊണ്ട് അധികമായിട്ട് തേര് വലിക്കാൻ കൂട്ടിയിട്ട് പോകില്ല. അതിന് മുമ്പ് നമ്മളിങ്ങനെ കാണാനൊക്കെ പോകും. പക്ഷെ അവിടെ ഞങ്ങൾ കുറേ പേരിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നവരും പിന്നെ ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു എറണാകുളത്തു നിന്ന് വന്നതാണെന്ന്. അപ്പോൾ അവരൊക്കെ ഇത് കാണാനായിട്ട് അത്രയും ദൂരം നിന്നൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ
ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അത് കാണുമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷം തോന്നും. ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം. ഞങ്ങൾ കോടീശ്വര ദൈവം എന്നാണ് പറയുന്നത്. ഫുൾ ഗോൾഡ് കൊണ്ട് കവർ ചെയ്ത പോലെയാണ് അമ്പലം. ഫുള്ളായിട്ടുള്ള തൂണും എല്ലാം ഫുൾ അങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ അവിടെ കാണുന്നത് ആ മെയിൻ പ്രതിഷ്ഠ ഉണ്ടല്ലോ ഇവിടുത്തെ കൃഷ്ണൻ, അതായത് പെരുമാളാണ്. അപ്പോൾ ആ ദൈവത്തിന് ചെറിയൊരു തേര് കെട്ടിയിട്ട് അവർ വലിച്ചിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടാണ് തോന്നുന്നത്. ആ ഫ്രണ്ടിൽ ഒരു തേര് പൂർത്തിയാകാതെ നിൽക്കുന്നുണ്ട്. ആ തേരിൽ ഈ പ്രതിഷ്ഠ കൊണ്ട് വെച്ച ശേഷം ആ തേരിൻ്റെ ബാക്കി പൂർത്തിയാക്കുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നാളെ 16-ാം തീയതിയല്ലേ വലിയ തേര്. അപ്പോൾ ആ ദിവസമായിരിക്കും ഇവിടുത്തെ തേര് ശിവക്ഷേത്രത്തിലേക്ക് പോണത്. വെറുതെ എന്തായാലും സ്റ്റേജ് പൊളിച്ചതും അവിടെ കട വന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഇനി നാളത്തെയും കൂടെ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഈ കടകളൊക്കെ അങ്ങോട്ട് പോകും, തേരൊക്കെ കഴിയുമെന്ന് വിചാരിക്കും. അത് വെറും വിചാരം മാത്രമാണ്. കാരണം എന്താണെന്നറിയോ, ഇത് കഴിഞ്ഞ ശേഷം ഇനിയും ഉണ്ടാവും ചിലപ്പോൾ ഒരു 10 ദിവസത്തോളം കടകൾ അവിടെ ഉണ്ടാവും. അത് കാണാനായിട്ട് തേരൊക്കെ കഴിഞ്ഞ് തേരിൻ്റെ അഴിച്ചുപണി എല്ലാം കഴിഞ്ഞാലും അവിടെയുള്ള കടകളുണ്ടാവും. അത് കാണാൻ തന്നെ ഒരുപാട് പേര് പോകും. ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നടക്കുക, അത് പ്രത്യേകിച്ച് ഈ അഗ്രഹാരമല്ലേ. അപ്പോൾ ആ സൈഡിലും ആളുകൾ ആ സൈഡിൽ നമ്മുടെ ആ റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. ഒരു വൈകുന്നേരങ്ങളിലൊക്കെ പോവുക, കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുക, അതൊക്കെ ഒരു രസമാണ്. പക്ഷേ ഇപ്പോൾ അത്ര വലിയ രസം തോന്നില്ല. കാരണം നല്ല തിരക്കുള്ളതുകൊണ്ട് ഇതിനേക്കാൾ കുറച്ച് തിരക്ക് അപ്പോൾ കുറയും ചെയ്യും. സാധനങ്ങൾക്കൊക്കെ വിലയും കുറയും. ഇപ്പം നല്ല തിരക്കതുകൊണ്ട് നല്ല വിലയായിരിക്കും. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് പോകാനായിട്ട് അവസാന സമയങ്ങളിലൊക്കെ നന്നായിട്ട് വില കുറയും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് സാധാരണ ഞങ്ങളുടെ ഇവിടെയുള്ള ആളുകളൊക്കെ പോവുക. ആ സമയത്തേ പോവാറുള്ളൂ. തേര് കാണാൻ അങ്ങനെ 16-ാം തീയതിയാണ് വലിയ തേര്, ഞായറാഴ്ചയും കൂടെയാണ്. അപ്പോൾ സൺഡേ ലീവാണ് എന്ന് വിചാരിച്ച് വരുന്നവർ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ സൂക്ഷിക്കുക, സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിക്കുക. സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയാണ്. മൊബൈൽ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. കാരണം അത്രയും അവിടെ എത്ര പോലീസ് ഉണ്ടെന്ന് പറഞ്ഞാലും കൺട്രോളില്ലാതെ തിരക്കാണ്. രണ്ടാമത് വന്നിട്ട് കുടിച്ചിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ അവിടെ കണ്ടു. അവിടെ സ്റ്റേജിൻ്റെ അവിടെയൊക്കെ ഏട്ടനും കുടുവും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് കോപ്പിറൈറ്റ് വരുന്നത് കാരണം കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആ പാട്ട് പാടുന്ന സമയത്തൊക്കെ അവിടെ കുടിച്ചിട്ടൊക്കെ അലമ്പുണ്ടാക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ റോഡ് സൈഡിൽ നമ്മൾ ഇടിച്ചിട്ടൊക്കെ പോണ പോലെയൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നവരാണെങ്കിൽ ലേഡീസ് ആണെങ്കിലും ഒന്ന് സൂക്ഷിച്ചിട്ട് വരിക. ഇന്ന് ഈ വർഷത്തെ തേര് കാണാൻ വരവ് ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണോ? കാരണം നല്ല തിരക്കായതുകൊണ്ട് അധികവും നാളെ വരാൻ സാധ്യതയില്ല. ആരെങ്കിലും വീഡിയോ എടുത്തിട്ട് എനിക്ക് ആഡ് ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും 3-ാമത്തെ തേരുകളുടെ സംഗമം ഉണ്ടല്ലോ, ആ ദിവസം ആ തേര് ഞാൻ വലിച്ചിട്ട് വരുന്നത് വീഡിയോ ഇടുന്നതായിരിക്കും. നാളെയാണ് തേരുകളുടെ സംഗമം. അതായത് കൽപ്പാത്തിയിൽ ശിവനും പാർവതിയും തേര് അവിടെ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് മന്തക്കര ഗണപതിയും പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് തേരും
പിന്നെ അതുകൂടാതെ പഴയ കൽപ്പാത്തിയിലെ തേരും അങ്ങനെ എല്ലാ തേരും കൂടെ 5 തേരും കൂടെ ഒരുമിച്ച് ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വരും. അതാണ് തേരുകളുടെ സംഗമം. അത് കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഒരുപാട് സമയമെടുക്കും. ആ സമയമാവും അത് വലിക്കാനായിട്ട്. എല്ലാ തേരും കൂടെ വലിച്ച് അവിടെ എത്തുമ്പോൾ അത് കൃത്യം എനിക്ക് സമയം അറിയില്ല. നാളെയാണ് അത് 16-ാം തീയതി.